ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ റെവിറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു റൂഫ് ട്രസ് എങ്ങനെ മോഡൽ ചെയ്യാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ റെവിറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ ന്യൂ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ടെംപ്ലേറ്റ് ഫയൽ സെറ്റിങ്സ് കാണാം. അത് ഞാൻ ആർക്കിടെക്ചറൽ ടെംപ്ലേറ്റ് ആയിട്ട് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇതാണ് നമ്മുടെ ന്യൂ പ്രോജക്റ്റ്. നമ്മളിപ്പോൾ ലെവൽ 1-ലാണുള്ളത്. നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് ആദ്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അതിനായി ഞാൻ UN എന്ന് ടൈപ്പ് ചെയ്തു. ഈ പ്രോജക്റ്റ് യൂണിറ്റ് വിൻഡോയിൽ ലെങ്തിന് വലത് ഭാഗത്തായി 1235 mm എന്ന് കാണാം. ഞാനത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം യൂണിറ്റ് ഇവിടെ മില്ലിമീറ്റർ ആണ്, ഞാനത് സെൻറ്റിമീറ്റർ ആക്കി മാറ്റി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിറ്റിൽ തുടരാം. ഞാൻ സെൻറ്റിമീറ്റർ എടുത്തു എന്നേ ഉള്ളൂ. ഞാൻ ഓക്കെ കൊടുത്തു, വീണ്ടും ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമ്മളുടെ പ്രോജക്റ്റ് യൂണിറ്റ് സെൻറ്റിമീറ്റർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എലിവേഷൻസിലെ ഈസ്റ്റ് എന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ലെവൽ 1 0 ആൻഡ് ലെവൽ 2 400 എന്ന് കാണാം. ഈ 400 ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് അതിനെ 300 ആക്കി മാറ്റി. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ വീണ്ടും ലെവൽ 1-ൽ പോയി. ഇവിടെ ഞാനൊരു ചെറിയ റൂം വരയ്ക്കുകയാണ്. അതിനായി ഞാൻ ആർക്കിടെക്ചറൽ ടാബിൽ വാൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ ബേസിക് വാൾ ജനറിക് 200 mm എന്ന് കാണാം. ഞാൻ വാൾ വരയ്ക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഇവിടെ നോക്കുക, ബേസ് കോൺസ്ട്രെയിൻറ്റ് ലെവൽ 1 ആണ്, ബേസ് ഓഫ്സെറ്റ് 0 ആണ്, അതങ്ങനെ തന്നെ മതി. ടോപ്പ് കോൺസ്ട്രെയിൻറ്റ് അൺകണക്റ്റഡ് ആണ്, അത് നമുക്ക് ലെവൽ 2 ആക്കി മാറ്റാം. അതിനുശേഷം ഞാൻ വാൾ വരയ്ക്കുന്നു. 300 ദെൻ ഫിനിഷ്. ക്യാൻസൽ ചെയ്തു, എഗെയിൻ ക്യാൻസൽ ചെയ്തു. നമ്മളുടെ റൂം കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഡീഫോൾട്ട് 3D വ്യൂ എടുക്കാം. ഇവിടെ കാണാം, ഇതാണ് നമ്മുടെ റൂം. നമുക്ക് വീണ്ടും ലെവൽ 2-ലേക്ക് തിരിച്ചു പോകാം. എന്നിട്ട് ഇവിടെ റൂഫ് വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ ലെവൽ 2-ലാണുള്ളത്. ഇവിടെ നമുക്ക് റൂഫ് വരയ്ക്കാം. അതിനായി നമ്മൾ റൂഫ് ബൈ ഫുട് പ്രിൻ്റ് എടുത്തു. ഇവിടെ ഓവർഹാങ് നമ്മൾ 60 സെൻറ്റിമീറ്റർ കൊടുക്കുകയാണ്. അതായത് 60 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ വാൾസ് പിക്ക് ചെയ്യുകയാണ്. 2 3 4 വാൾ പിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഗ്രീൻ ആരോ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ റൂഫ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ 3D വ്യൂ ഒന്നുകൂടെ നോക്കാം. ഇതാണ് നമ്മുടെ റൂഫ്. ഇനി നമുക്ക് ഈ റൂഫ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയി ഇതിനെ സ്ലോപ്ഡ് ഗ്ലേസിംഗ് എന്ന കാറ്റഗറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് സ്ലോപ്ഡ് ഗ്ലേസിംഗ് എന്ന കാറ്റഗറിയിലേക്ക് കൺവേർട്ടായി. ഈ ലെവൽ ലൈൻ നമുക്ക് ആവശ്യമില്ല ഇനി, അതിനാൽ അതൊന്ന് ക്രോസ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഹൈഡ് ഇൻ വ്യൂവിൽ എലിമെൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അത് ഹൈഡായിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ ഈ റൂഫ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എഡിറ്റ് ടൈപ്പിൽ പോകുന്നു. ഇവിടെ സ്ലോപ്ഡ് ഗ്ലേസിംഗ് ആണ് ടൈപ്പ്, അത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് റെവിറ്റിൻ്റെ ഇൻബിൽറ്റ് വാല്യൂസ് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. സോ നമ്മളിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് കാണാം ഇവിടെ ഗ്രിഡ് 1, ഇവിടെ ലേഔട്ട് നൺ എന്ന് കൊടുത്തിരിക്കുന്നു. അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഫിക്സഡ് ഡിസ്റ്റൻസിലേക്ക് കൊടുക്കുന്നു. ഇവിടെ സ്പേസിംഗ് 150 എന്നുള്ളത് ഞാൻ 60 ആക്കി കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ഗ്രിഡ് 1 മുള്ളിയൻസ് എന്ന സെക്ഷനിൽ വരുന്നു. ഇൻറ്റീരിയർ ടൈപ്പ് നൺ മാറ്റി റെക്റ്റാങ്കിൾ മുള്ളിയൻ 50 mm ബൈ 150 mm കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. ഞാനത് കൊടുത്തു എന്നേ ഉള്ളൂ. വീണ്ടും ഞാൻ അത് തന്നെ സെലക്ട് ചെയ്യുന്നു. അത് തന്നെ ഞാൻ ബോർഡർ 2 ടൈപ്പിലും സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഓക്കെ കൊടുക്കുന്നു. നിങ്ങൾക്ക് കാണാം നമ്മളുടെ റൂഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചില റൂഫ് ഡ്രസ്സുകളിൽ ഈ വാൾ ത്രൂ ഒരു മെമ്പർ കാണാറുണ്ട്, പക്ഷേ ഇവിടെ ഇതില്ല. വേണമെങ്കിൽ നമുക്കത് വരച്ചു കൊടുക്കാം. അതിനായി വീണ്ടും നമ്മൾ ലെവൽ 2-ലേക്ക് പോകുന്നു. ആർക്കിടെക്ചർ ടാബിൽ കോമ്പണൻറ്റിൽ മോഡൽ ഇൻ പ്ലേസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ജനറിക് മോഡൽ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ഇതിൻ്റെ പേര് ഞാൻ ബോട്ടം കോഡ് 1 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഓക്കെ എന്ന് കൊടുക്കുന്നു. ദെൻ ഞാൻ എക്സ്ട്രൂഷൻ സോൾഡ് എക്സ്ട്രൂഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓഫ്സെറ്റ് ഞാൻ -60 കൊടുക്കുന്നു. എന്നിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ആ റെക്റ്റാങ്കിളിന് ഞാൻ 5 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്യുന്നു. ദെൻ ട്രിം എക്സ്റ്റെൻഡ് ഉപയോഗിച്ച് എഡ്ജസ് കറക്റ്റ് ചെയ്യുന്നു. ഇവിടെ ഇതിൻ്റെ എക്സ്ട്രൂഷൻ എൻ്റെ 25 ആണ്, അത് ഞാൻ 15 ആക്കുന്നു. അപ്ലൈ ചെയ്യുന്നു. ഫിനിഷ് എക്സിറ്റ് മോഡ് ക്ലിക്ക് ചെയ്ത് വീണ്ടും ഫിനിഷ് ചെയ്യുന്നു. നമ്മൾ വീണ്ടും 3D വ്യൂവിലേക്ക് പോകുന്നു. നമുക്ക് കാണാം ഇവിടെ ഇതിൻ്റെ വാളിൻ്റെ ഭാഗത്ത് ഒരു കോഡ് വന്നിട്ടുണ്ട്.
ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് പർലിൻസും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അല്പം കുറയ്ക്കാം. സെലക്ട് ചെയ്തു, എഡിറ്റ് ആൻഡ് പ്ലേസ് കൊടുത്തു. അതിനുശേഷം വീണ്ടും സെലക്ട് ചെയ്തു. ഈ 15 എന്നുള്ളത് ഞാൻ 10ലേക്ക് കൊടുത്ത് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ ഫിനിഷ് മോഡ് കൊടുക്കുന്നു. ഇപ്പോൾ കുറച്ചുകൂടി നന്നായി റൂഫുമായി മെർജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റൂഫ് ട്രസ് നമ്മൾ വരച്ചിട്ടുണ്ട്. നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ പർലിൻസ് കൊടുക്കാവുന്നതാണ്. ഈ എൻഡിൽ ഒരു കോഡ് കൂടെ ഞാൻ കൊടുക്കാം. അതിനായി വീണ്ടും ഞാൻ ലെവൽ 2ൽ വരുന്നു. ആർക്കിടെക്ചർ ടാബിൽ കോമ്പണൻസിൽ മോഡൽ ഇൻ പ്ലേസ് വീണ്ടും എടുക്കുന്നു. അതിനുശേഷം ഞാൻ ജനറിക് മോഡൽ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ജനറിക് മോഡൽസ് 1 എന്നിടത്ത് ഈ പർലിൻ 1 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ എക്സ്ട്രൂഷൻ കമാൻഡിൽ പോകുന്നു. ഓഫ്സെറ്റ് ഒന്നും കൊടുക്കുന്നില്ല. ശേഷം ഞാൻ ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് വരയ്ക്കുകയാണ്. അതിനുശേഷം അതിനെ 5 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്യുകയാണ്. ഞാനിത് അകത്തേക്കാണ് വരച്ചത്. നിങ്ങൾക്കിത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അകത്തേക്കോ പുറത്തേക്കോ ചെയ്യാവുന്നതാണ്. ഞാൻ ഫിനിഷ് മോഡൽ കൊടുത്തു. വീണ്ടും നമുക്ക് ഇതിന് 3D ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം അല്പം മുകളിലേക്കാണുള്ളത്. സെലക്ട് ചെയ്തു, എഡിറ്റ് പ്ലേസ് കൊടുത്തു, വീണ്ടും സെലക്ട് ചെയ്തു, സൈഡ് വ്യൂ കൊണ്ടുവന്നു. ഇത്ര താഴേക്കാണ് വരേണ്ടത്. ഇവിടെ നമുക്ക് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രൂഷൻ സ്റ്റാർട്ട് എന്നുള്ളത് ഒരു മൈനസ് വാല്യൂ കൊടുക്കാം. -30. ഇത്രയും പോരാ, -40 കൊടുക്കാം. അപ്ലൈ ചെയ്യാം. ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ 15 എന്നുള്ളത് നമുക്ക് ഒരു -25 ആയി കൊടുക്കാം. അതായത് 25 + 15 40. ഇപ്പോഴത് ശരിയായിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് അല്പം ഡ്രാഗ് ചെയ്ത് വേണമെങ്കിലും ഇത് മാറ്റാവുന്നതാണ്. ഈ ഗ്രിപ്പിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഓക്കെ, ഞാൻ ഫിനിഷ് മോഡൽ കൊടുത്തു. ഫീഡ് കാണാം. നമ്മുടെ റൂഫ് ട്രസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഷെയ്ഡ് ചെയ്ത് കാണാം. ഇതാണ് നമ്മുടെ റൂഫ് ട്രസ്. ഈ റൂഫ് ട്രസിൻ്റെ കോമ്പണൻറ്റ് പാർട്സിൻ്റെ സൈസോ ഷേപ്പോ പ്രോപ്പർട്ടിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫാമിലി ടാബിൽ പോകാവുന്നതാണ്. ഫാമിലീസിൽ കട്ടൺ വാൾ മുല്യൻസ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് കാണാൻ കഴിയും. ഇവിടെ റെക്റ്റാങ്കിൾ മുല്യൻ സെലക്ട് ചെയ്ത് 5065 സ്ക്വയർ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇതിനെ വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഓക്കെ പ്രസ് ചെയ്ത് ഇത് പ്രോജക്റ്റിലേക്ക് ലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം നമ്മൾ വീണ്ടും സെലക്ട് ചെയ്ത് എഡിറ്റ് ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോർഡർ 2 എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ നേരത്തെ കൊടുത്ത റെക്റ്റാങ്കിൾ മുല്യൻ 5065 mm2 ഇത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത സെക്ഷനാണ്. ഇതിവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. വീണ്ടും നമ്മൾ വയർഫ്രെയിനെ കൊണ്ടുവന്നു. നമ്മുടെ ട്രസ്സായി, പക്ഷേ റൂഫ് ഇപ്പോഴും ആയിട്ടില്ല. നമുക്കിനി ഇതിൻ്റെ റൂഫ് കവറിങ് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. അതിനായി ഈ ട്രസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പേസ്റ്റിൽ പോയിട്ട് അവിടെ അലൈൻ ടു സെയിം പ്ലേസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഒരു എറർ മെസ്സേജ് വന്നിട്ടുണ്ട്. ദർ ആർ ഐഡൻറ്റിക്കൽ ഇൻസ്റ്റൻസസ് ഇൻ ദ സെയിം പ്ലേസ്. ദിസ് വിൽ റിസൾട്ട് ഇൻ ഡബിൾ കൗണ്ടിങ് ഇൻ ഷെഡ്യൂൾസ്. ഒരേ എലിമെൻറ്റ്സ് തന്നെ അല്ലെ ഒരേ സ്ട്രക്ചർ തന്നെ രണ്ടെണ്ണം ഒരേ പ്ലേസിൽ വന്നിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഇത് ഇഗ്നോർ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലൊന്നിനെ നമ്മൾ റൂഫാക്കി മാറ്റുകയാണ്. അതിനായി നമ്മൾ സ്ലോപ്ഡ് ഗ്ലേസിംഗ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് അതിനെ ജനറിക് റൂഫ് 300 എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ടൈപ്പ് കൊടുത്ത് ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 6 mm റൂഫിൻ്റെ ആവശ്യമേ ഉള്ളൂ. 6 mm2 എന്ന് കൊടുത്തു. അതിനുശേഷം എഡിറ്റിൽ പോയി നമ്മൾ 30 എന്നുള്ളത് 0.6 എന്ന് കൊടുത്തു. ഓക്കെ കൊടുത്തു. വീണ്ടും നമ്മൾ ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമ്മൾ നമ്മുടെ റൂഫ് കവറിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴും റൂഫ് ട്രസ്സിന് അടിയിലാണ്. നമുക്കത് മുകളിലേക്ക് കൊണ്ടുവരണം. അതിനായി നമ്മൾ റൂഫ് ട്രസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളതിനെ ഹൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ 2 പർലിൻസും സെലക്ട് ചെയ്യുക. ഒന്നാമത്തെ പർലിൻ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ പർലിൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് ഹൈഡ് എലിമെൻറ്റ് സെറ്റിങ്സിൽ പോയി ഹൈഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ റൂഫ് കവറിങ്. ഇത് സെലക്ട് ചെയ്യുക. എഡിറ്റ് ഫുട് പ്രിൻറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും സൈഡ് വ്യൂവിലേക്ക് പോവുക. ബേസ് ഓഫ്സെറ്റ് എന്നുള്ളത് നമ്മൾ 15 എന്ന് കൊടുക്കുന്നു. അപ്ലൈ ചെയ്യുന്നു. ഇതിനുശേഷം നമ്മൾ 3D വ്യൂവിലേക്ക് പോകുന്നു. നേരത്തെ ഹൈഡ് ചെയ്ത എലിമെൻറ്റ്സുകളൊക്കെ അൺഹൈഡ് ചെയ്യുന്നു. റൂഫ് ട്രസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റൂഫ് ട്രസ്സിന് മുകളിലായി കവറിങ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഇത്
സെലക്ട് ചെയ്യാം. ഒന്നുകൂടി എഡിറ്റ് ഫുട്പ്രിന്റ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ടോപ്പ് വ്യൂവിൽ വരാം. ഇവിടെ നമുക്കൊരു ഓഫ്സെറ്റ് 15 സെൻറ്റിമീറ്റർ കൊടുത്തിട്ട് വീണ്ടും ഇത് ഓഫ്സെറ്റ് ചെയ്യാം. അതിനുശേഷം അകത്തുള്ള ലൈനുകൾ ഡിലീറ്റ് ചെയ്യാം. ഗ്രീൻ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ റൂഫ്. ഇത് നമ്മൾ 3D കാണുകയാണ്. ഇതാണ് നമ്മുടെ റൂഫ്. നമുക്കിതൊന്ന് ഇതിൻ്റെ അണ്ടർ സൈഡിൽ നിന്ന് കാണാം. അതിനായി നമ്മൾ ഓർബിറ്റ് കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ റൂഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ റൂഫ് കവറിങ്ങിൻ്റെയും കോമൺ ഡ്രാഫ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അല്പം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. നമുക്കിതൊന്ന് കുറയ്ക്കാം. അതിനായി നമ്മൾ നമ്മുടെ ലെവൽ 1ലേക്ക് തിരിച്ചെത്തുന്നു. ഇവിടെ നമ്മൾ വ്യൂ ടാബിൽ നിന്നും സെക്ഷൻ എടുത്ത് ഒരു സെക്ഷൻ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ സെക്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ റൂഫ് സെലക്ട് ചെയ്യുന്നു. പ്രോപ്പർട്ടി വിൻഡോയിൽ വരിക. ഇവിടെ ബേസ് ഓഫ്സെറ്റ് ഫ്രം ലെവൽ 15 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മൾ മാറ്റിയിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ കൊടുക്കുന്നു. അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡിഫോൾട്ട് 3D വ്യൂവിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ റൂഫ്. നമുക്ക് ഓർബിറ്റ് എടുത്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ റൂഫ്. ഈ ട്യൂട്ടോറിയൽ ഇവിടെ തീരുകയാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.